കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാമ്യയുടെ പട്ടിക്കാട് ജാമ്യയിലൂടെ ഞങ്ങൾക്ക് പഠിച്ച സ്ഥാപനം അവിടുത്തെ ജനറൽ സെക്രട്ടറി തിരൂർക്കാട് ഇബ്രാഹിം ഫൈലി, ബഹുമാനപ്പെട്ട സംസ്ഥയുടെ സെക്രട്ടറിയായ ആലിക്കുട്ടി ഉസ്താദിന്റെ അനുജനാണ് അദ്ദേഹം. ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. ഒരു പച്ചയായ മനുഷ്യൻ വളരെ ധീരമായി ബന്ധപ്പെടുന്നു. 1400 കുട്ടികൾ ജാമ്യയിൽ പഠിക്കുന്നുണ്ട്. അവരുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി പ്രവാസ ലോകത്തും ഈ കേരളീയ മേഖലയിലും കേരളത്തിലും വളരെയധികം ഓടി നടന്നു. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ കാണാറുള്ളത് ഒരു വിയർപ്പ് പറ്റാത്ത മനുഷ്യനാണ്. അങ്ങനെയായ ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിലൊക്കെ ഞങ്ങൾ കണ്ട ഒരു സൂക്ഷ്മത, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എത്ര വലിയ തിരക്കുകളാണെങ്കിലും അദ്ദേഹം ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് പള്ളിയുടെ 3ാമത്തെ സഫിൽ ഇമാമിന്റെ തൊട്ടുപിറകിലായി അദ്ദേഹത്തിന് കരുതി വെച്ചിരുന്ന മുസല്ലയെടുത്ത് ആ മുസല്ലയിൽ അദ്ദേഹം സുന്നത്ത് നമസ്കരിച്ച് ദിക്റിലും തഹ്ലീലുമായി കഴിയുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. നമുക്കറിയാം, അന്ന് നെഞ്ചുവേദനയോടെയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞത്. അന്നും ഇശാ നമസ്കാരത്തിന് വേണ്ടി എടുത്ത് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് അറ്റാക്ക് വന്ന ഈ ലോകത്തോടെ പറഞ്ഞു. നല്ല ആളുകൾ അങ്ങനെ അല്ലാഹു അവരുടെ ബർസഖ് ജീവിതം ഖൈറാക്കി കൊടുക്കട്ടെ. അവർ ഈ ദീനിനും ഉമ്മത്തിനും ചെയ്ത സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ആ വഴികളിലൂടെ പിന്തുടർന്ന് സമൂഹത്തിൽ ഈ ഉമ്മത്തിനുള്ള നന്മയുണ്ടാക്കാൻ അതിലൊരു സബബായി മാറാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതാവസാനം വരെ ദീനിന്റെ ഓരം എത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.